ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ആരോഗ്യത്തോടൊക്കെ ഇരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. ഇതാ ഇപ്പോൾ ഞാൻ നല്ലൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ, കഴിച്ചിട്ടുമുണ്ട്, ഒത്തിരിയൊക്കെ കഴിച്ചതാണ്. എന്നാലും നമുക്ക് ഇന്ന് ഞാൻ ഇത് അറിഞ്ഞൂടാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ അതുണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഡബിൾ റോൾസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പുട്ടുപൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കുക. അത് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ പുട്ടുപൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇച്ചിരി വെള്ളം ഒന്ന് കൂടിപ്പോയാൽ തന്നെയും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ വെള്ളമെല്ലാം അത് ഈ മാവ് വലിച്ചെടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള മാവ് കിട്ടും. കട്ട കിട്ടത്തില്ല ഒട്ടും തന്നെ കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് കുഴച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് വെള്ളം ഇങ്ങനെ മുന്നിട്ട് നിന്നാലും ഒന്നും ചെയ്യത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് അളവിനായിരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഡബിൾ റോസിൻ്റെ പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ എല്ലാ പൊടിയും ഇത് ഈ കമ്പനിയുടെ മേടിക്കുന്നത്. അപ്പോൾ അതൊന്ന് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്യെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 ചെറിയ ക്യാരറ്റ് 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒത്തിരി ചേർക്കണം. ഒത്തിരി തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവർ ഇച്ചിരി കൂടെയൊക്കെ ചേർക്കാം കേട്ടോ. തേങ്ങയൊക്കെ കൂടുതലായതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഒത്തിരി വാടി അങ്ങനെയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് നമുക്ക് ആ നെയ്യിലെല്ലാം കൂടെ ഒന്ന് പുരണ്ട് കിട്ടണം. ഈ തേങ്ങയെല്ലാം ഏലക്കാപ്പൊടിയെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അത്രേ വേണ്ടൂ. അപ്പോൾ അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര വേണമെന്ന് അറിയാമല്ലോ. നമുക്ക് എടുത്തേക്കുന്ന മാവിന് ഇത്ര തേങ്ങ വേണ്ടി വരുന്നു. അപ്പോൾ അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് വലിയ സ്പൂണാട്ടോ നിറച്ച് പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്കിവിടെ മധുരം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ പാൽപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്പൂണും കൊണ്ടൊക്കെ ഒന്നും ചെയ്യുമ്പോൾ അത്ര ഒരു ഏതം കിട്ടത്തില്ല കേട്ടോ. എന്തായാലും ഒന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നോക്കിയപ്പോൾ വെള്ളമെല്ലാം നല്ല മാവ് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി വെള്ളം ഒന്നും ഒട്ടും ചേർക്കാൻ പാടില്ല. നല്ല പരുവത്തിന് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ ഇതുപോലെ ചെറുതായിട്ട് നെയ്യിൽ വാട്ടി വെച്ചിട്ടുള്ള ഈ തേങ്ങാപ്പീരയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഏലക്കാപ്പൊടിയും എല്ലാം ചേർത്ത മിക്സില്ലേ, ഇത് നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എത്ര നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ആ മാവും ഈ മിക്സുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. ഈ ഏലക്കായൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം. ആ പാൽപ്പൊടിയുടെ മണം, ആ ഏലക്കായുടെ മണമൊക്കെ പറയാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ കൂടെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി നമ്മൾ തേങ്ങാപ്പീരയിലും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പാൽപ്പൊടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക്
പുട്ടുകുറ്റിക്കകത്ത് മാവ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ള കൂട്ട് ആദ്യം ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഇതുപോലെ 1 ടീസ്പൂണോ 1.5 അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറയ്ക്കാം. നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മാവ് നിറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ചിട്ട് കൊടുക്കുക. വീണ്ടും മാവ് നമ്മളിതുപോലെ നിറച്ച് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ 2-3 സ്ഥലത്തായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ രണ്ട് ഇതായിട്ട് കിട്ടും പുട്ട്. 2 പുട്ടായിട്ട് കിട്ടും, 2 പീസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ആദ്യം ക്യാരറ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്ന് ആവി വരുമ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അടപ്പ് കൊണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിന് വേറെ കറിയൊന്നും വേണ്ട. പപ്പടമോ പഴമോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. കട്ടൻ ചായയുടെ കൂടെയോ കാപ്പി എന്താണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നാളെ ഇതേ സമയം ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.